ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ മറ്റൊരു ടോപ്പിക്കായിട്ടുള്ള റെലവൻസി ഓഫ് ക്യാരക്ടറാണ് നോക്കാൻ പോകുന്നത്. സെക്ഷൻ 52 തൊട്ട് 55 വരെയാണ് റെലവൻസി ഓഫ് ക്യാരക്ടർ ഓഫ് പാർട്ടീസിനെ പറ്റി ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ബോത്ത് സിവിൽ ആൻഡ് ക്രിമിനൽ കേസുകളിലെയും പാർട്ടീസിൻ്റെ ക്യാരക്ടറിൻ്റെ റെലവൻസിയെ പറ്റി പറയുന്നത് 52 തൊട്ട് 55 വരെയാണ്. ഇനി ക്യാരക്ടർ എന്ന് പറയുന്നതിൻ്റെ അകത്ത് റെപ്യൂട്ടേഷനും ഡിസ്പൊസഷനും ഇത് രണ്ടും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഡിസ്പൊസഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ നാച്ചുറൽ ക്വാളിറ്റീസ് ഓഫ് മൈൻഡ് ആൻഡ് ക്യാരക്ടർ. ഒരു വ്യക്തിയുടെ മൈൻഡിൻ്റെയും ക്യാരക്ടറിൻ്റെയും നാച്ചുറൽ ക്വാളിറ്റീസിനെയാണ് ഡിസ്പൊസഷൻ എന്ന് വിളിക്കുന്നത്. റെലവൻസി ഓഫ് ക്യാരക്ടർ ഓഫ് പാർട്ടീസ് ഇൻ സിവിൽ കേസസ്. സിവിൽ കേസസിൽ പാർട്ടീസിൻ്റെ ക്യാരക്ടറിൻ്റെ റെലവൻസി എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 52ൻ്റെ അകത്തും 55ൻ്റെ അകത്തും പറഞ്ഞിട്ടുണ്ട് റെലവൻസി ഓഫ് ക്യാരക്ടർ ഓഫ് പാർട്ടീസ് ഇൻ സിവിൽ കേസസ്. അപ്പോൾ സിവിൽ കേസസിൽ പാർട്ടീസിൻ്റെ ക്യാരക്ടറിൻ്റെ റെലവൻസി പറഞ്ഞിട്ടുള്ളത് 52ൻ്റെ അകത്തും 55ൻ്റെ അകത്തുമാണ്. ഇനി 52ൻ്റെ അകത്ത് പറയുന്നുണ്ട് ഒരു സ്യൂട്ടിൻ്റെ അകത്തെ പാർട്ടീസിൻ്റെ ക്യാരക്ടർ എവിഡൻസ് ആയിട്ട് പോകുമ്പോൾ അത് റെലവൻ്റ് അല്ല. ഒരു വെരി ബാഡ് ആയിട്ടുള്ളൊരു പേഴ്സണ് പോലും റൈറ്റ് ആയിട്ട് ചിലപ്പം ചെയ്യാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിയുന്നതാണ്. ഇൻഫാക്റ്റ് കോടതി ഒരു കേസാണ് ട്രൈ ചെയ്യുന്നത്, അല്ലാണ്ട് അവിടെ എന്താണ് ആ കേസ് പരിഗണിച്ചാൽ മതി, അല്ലാതെ അവിടെ മനുഷ്യന്മാരുടെ സ്വഭാവമോ അല്ലെങ്കിൽ അതൊന്നുമല്ല കോടതി അവിടെ നോക്കേണ്ടത്. കോടതി നോക്കേണ്ടത് ആ കേസിനെയാണ്. അതുകൊണ്ട് പ്ലെയിൻറ്റിഫിൻ്റെയോ ഡിഫെൻഡിൻ്റെയോ ഗുഡ് ക്യാരക്ടറാണോ ബാഡ് ക്യാരക്ടറാണോ എന്നുള്ളതും അടിസ്ഥാനപ്പെടുത്തി കൊടുക്കുന്ന എവിഡൻസ് അവിടെ എന്താണ് വലിയ എന്താ പറയുന്നത് ഇമ്പോർട്ടൻസ് കോടതി കൊടുക്കാറില്ല. പക്ഷേ ചില സമയത്ത് അത് റെലവൻ്റ് ആയിട്ട് മാറുന്ന സാഹചര്യങ്ങളും ഉണ്ട്. ഓക്കെ, ഇനി ഡിഫമേഷനൊക്കെ വരുമ്പോൾ ഒരു ക്യാരക്ടർ പാർട്ടീസിൻ്റെ ക്യാരക്ടറിൻ്റെ വെയിറ്റേജ് ഒക്കെ നോക്കാറുണ്ട്. സെക്ഷൻ 55ൻ്റെ അകത്ത് പറയുന്നുണ്ട് ദ കോർട്ട് ഈസ് എൻറ്റൈറ്റിൽഡ് ടു ടേക്ക് നോട്ട് ഓഫ് ദ ക്യാരക്ടർ ഓഫ് ദ പ്ലെയിൻറ്റിഫ് ഇഫ് ഇറ്റ് അഫക്ട് ദ എമൗണ്ട് ഓഫ് കോമ്പൻസേഷൻ ടു ബി അവാർഡഡ് ടു ഹിം. പ്ലെയിൻറ്റിഫിന് കിട്ടേണ്ട കോമ്പൻസേഷനുമായിട്ട് നോക്കിക്കഴിയുമ്പോൾ എത്ര എമൗണ്ട് ഓഫ് കോമ്പൻസേഷൻ കൊടുക്കണം എന്നുള്ളതൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ കോടതി എന്ത് ചെയ്യാറുണ്ട്, ഈ ക്യാരക്ടറിൻ്റെ റെലവൻസി എടുക്കാറുമുണ്ട്. എവിഡൻസ് ഓഫ് ഗുഡ് ക്യാരക്ടറോ അല്ലെങ്കിൽ ബാഡ് ക്യാരക്ടർ, ഡിഫൻഡൻ്റ് ഗുഡ് ക്യാരക്ടറാണ് ബാഡ് ക്യാരക്ടറാണ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്ന എവിഡൻസ് എന്ന് പറയുന്നത് ഡാമേജസ് ഫിക്സ് ചെയ്യുന്നതിൽ ഇർറെലവൻ്റ് ആണ്. ഡാമേജസ് എന്ന് പറയുന്നത് കോമ്പൻസേഷനാണ്. ഡാമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഡാമേജ് വരുത്തുന്നു അല്ലെങ്കിൽ പ്രോപ്പർട്ടിക്ക് ഡാമേജ് വരുത്തുന്നു, ആ ഒരു സെൻസിലാണ് ഉപയോഗിക്കാറുള്ളത്. ഡാമേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടോർട്ടിൽ പഠിച്ചിട്ടുണ്ട്. ഡാമേജസ് എന്താണ്, കോമ്പൻസേഷൻ ആണ്. ദിസ് ഈസ് ഒബ്വിയസ് ഇൻ കേസസ് ഓഫ് ഡിഫമേഷൻ. അപ്പോൾ ഇത് നമ്മൾ സാധാരണയായിട്ട് ഈ ഗുഡ് ക്യാരക്ടറും ബാഡ് ക്യാരക്ടറും ഒക്കെ നോക്കാറുള്ളത് എപ്പോഴൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് ഡിഫമേഷൻ കേസിൻ്റെ അകത്ത്, പിന്നെയെന്ന് പറയുന്നത് ഈ മാരേജ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പ്രോമിസ് കൊടുത്തിട്ട് അത് ലംഘിക്കുമല്ലോ അങ്ങനെയുള്ള കേസുകളിലൊക്കെയാണ്. എവിഡൻസ് ഓഫ് ബാഡ് ക്യാരക്ടർ ഓഫ് പ്ലെയിൻറ്റിഫ് വിൽ മിറ്റിഗേറ്റ് ദ ക്വാണ്ടം ഓഫ് ഡാമേജ്. ഇനി ഒരു പ്ലെയിൻറ്റിഫിൻ്റെ ബാഡ് ക്യാരക്ടറാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന എവിഡൻസ് നമ്മൾ സാധാരണയായിട്ട് ആ ഒരു പ്ലെയിൻറ്റിഫിന് ചില സമയത്ത് കോമ്പൻസേഷൻ കൊടുക്കേണ്ട ഒരു സാഹചര്യം വരുമല്ലോ. അപ്പോൾ ആ എത്ര ഡാമേജസ് കൊടുക്കണം എന്നുള്ളതുമായിട്ട് ചിലപ്പം അതിൻ്റെ അളവ് കുറയ്ക്കും. ഇപ്പം എന്താണ് പ്ലെയിൻറ്റിഫിന് ബാഡ് ക്യാരക്ടറാണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടുന്ന ഡാമേജസിൻ്റെ എമൗണ്ട് ചിലപ്പോൾ എന്താവും, കുറയാനും സാധ്യതയുണ്ട്. ഓക്കെ, ഡിഫമേഷൻ കേസുകളിലും അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ബാഡ് ക്യാരക്ടറാണ് പ്ലെയിൻറ്റിഫ് എന്നുണ്ടെങ്കിൽ അവിടെ കിട്ടുന്ന ഡാമേജ് എന്താകുന്നു, കുറയുന്നു. ഇനി ക്രിമിനൽ കേസിലേക്ക് വരുമ്പോൾ 53ൻ്റെ അകത്താണ് ക്രിമിനൽ പ്രൊസീഡിങ്സിൻ്റെ അകത്ത് അക്യൂസ്ഡിൻ്റെ ഗുഡ് ക്യാരക്ടർ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള അതിൻ്റെ റെലവൻസിയെ പറ്റി പറയുന്നത്. ഇനിയും ഒരു അക്യൂസ്ഡിൻ്റെ ബാഡ് ക്യാരക്ടർ സാധാരണയായിട്ട് ഇർറെലവൻ്റ് ആണ് ക്രിമിനൽ പ്രൊസീഡിങ്സിൽ. എന്നിരുന്നാലും ബാഡ് ക്യാരക്ടർ ചില സാഹചര്യങ്ങളിൽ റെലവൻ്റ് ആയിട്ട് മാറുന്നു. ഇനി ഒരു അക്യൂസ്ഡിൻ്റെ ബാഡ് ക്യാരക്ടർ അല്ലെങ്കിൽ അക്യൂസ്ഡിന് നേരത്തെ ഒരു കൺവിക്ഷൻ കിട്ടിയിട്ടുണ്ട്, പ്രീവിയസ് കൺവിക്ഷനൊക്കെ വെച്ചിട്ട് ആ വ്യക്തിയുടെ ബാഡ് ക്യാരക്ടർ പ്രൂവ് ചെയ്യാൻ വേണ്ടി കഴിയും. ഓക്കെ, ഒരു വ്യക്തിയുടെ ഗുഡ് ക്യാരക്ടറാണോ ബാഡ് ക്യാരക്ടറാണോ എന്നുള്ളത് അയാളെ പ്രീവിയസ്ലി കൺവിക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും കൂടെ കോടതി നോക്കാറുണ്ട്. ചില കേസുകളിൽ ബാഡ് ക്യാരക്ടറായിട്ടുള്ള അക്യൂസ്ഡുകൾ
സ്വമേധയാ ചിലപ്പോൾ എന്ത് ചെയ്യും, ഫാക്റ്റ് ഇൻ ഇഷ്യൂ കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള കേസുകളിൽ ബാഡ് ക്യാരക്ടറിൻ്റെ എവിഡൻസ് കോടതി അഡ്യൂസ് ചെയ്യാറുമുണ്ട്. ഇനി ഭഗവാൻ സ്വരൂപ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര എന്ന് പറഞ്ഞ കേസിൻ്റെ അകത്ത് ഭഗവാൻ സ്വരൂപും ഒരു 11 പേരും കൂടെ ചേർന്നിട്ട് അവർക്ക് എഗനിസ്റ്റായിട്ട് കോൺസ്പിറസിയും അതുപോലെ തന്നെ ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റും ആയിരുന്നു അവരുടെ എഗനിസ്റ്റായിട്ടുള്ള കേസ്. ഇവരെല്ലാവരും ഒരു ഇൻഷുറൻസ് കമ്പനിയിലെ ഡയറക്ടേഴ്സ് ആയിരുന്നു. അവരവരുടെ പൊസിഷൻ മിസ്യൂസ് ചെയ്യുകയും അവിടുന്ന് കോടിക്കണക്ക് രൂപ മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. ജവഹർലാൽ നെഹ്റു ഇവരുടെ ഗുഡ് ക്യാരക്ടറാണെന്ന്, ഈ അക്യൂസ്ഡുകൾക്ക് ഗുഡ് ക്യാരക്ടറാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു എവിഡൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കോടതി അപ്പോൾ ഇവിടെ പറഞ്ഞു അക്യൂസ്ഡുകളുടെ ഗുഡ് ക്യാരക്ടർ റെലവൻ്റ് ആണെങ്കിൽ പോലും അത് അവർക്ക് എഗനിസ്റ്റായിട്ട് വേറെ എവിഡൻസുകൾ, പോസിറ്റീവ് എവിഡൻസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഗുഡ് ക്യാരക്ടർ ആണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്നാണ് ഈ കേസിൽ പറഞ്ഞേക്കുന്നത്. ഇനി റെലവൻസി ഓഫ് വിറ്റ്നസ്സസ്. ഒരു വിറ്റ്നസിൻ്റെ ക്രെഡിറ്റ് വർത്തിനെസ്, അയാൾ നല്ല അയാളുടെ വാക്ക് വിശ്വസിക്കാൻ കൊള്ളാമോ ഇല്ലേ എന്നൊക്കെയുള്ള ആ ഒരു സംഭവം എന്ന് പറയുന്നത് ഹൈലി റെലവൻ്റ് ആണ്. സെക്ഷൻ 155 അകത്താണ് ഈ വിറ്റ്നസിൻ്റെ ക്രെഡിറ്റ് വർത്തിനെസ് ടെസ്റ്റ് ചെയ്യുന്നതുമായിട്ടുള്ള എലാബറേറ്റ് ലോ പറഞ്ഞിരിക്കുന്നത്. ഒരു വിറ്റ്നസ് ബ്രൈബ് വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ ഇൻഡ്യൂസ്മെൻറ്റിൽ കൂടെയൊക്കെയാണ് എവിഡൻസ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് റെലവൻസി ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ ഈ വിറ്റ്നസ്സുകൾ പറയുന്നതിൻ്റെ അകത്ത് എത്ര ക്രെഡിറ്റ് വർത്തിനെസ് ഉണ്ട് എന്നുള്ളതും പിന്നെ അതുപോലെ തന്നെ അവരുടെ വെരേസിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് ക്രോസ് എക്സാമിനേഷൻ വിറ്റ്നസ്സുകളെ സാധാരണയായിട്ട് നടത്താറുള്ളത്. ഒരു ഇല്ലുസ്ട്രേഷൻ പറയുകയാണ് എന്നുണ്ടെങ്കിൽ അടയ്ക്ക രാജു എന്നും പറഞ്ഞിട്ട് ഒരു കള്ളനുണ്ടായിരുന്നു. അപ്പോൾ അയാളെന്ന് പറയുന്നത് ഒരു അക്യൂസ്ഡ് ആയിരുന്നു ഒരു തെഫ്റ്റ് കേസിൻ്റെ അകത്ത്. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് ഇയാളെ കൺവിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അണ്ടർഗ്രൗണ്ട് ഇംപ്രിസൺമെൻറ്റിലായിരുന്നു ഒരു തെഫ്റ്റ് കേസിൽ. അപ്പോൾ അയാൾ കൊടുത്തിരുന്ന ഒരു വിറ്റ്നസ്സായിട്ടൊരു കേസിൽ വന്നിട്ട് മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോടതി അവിടെ എന്തോ ചെയ്തു, ഡീമോളിഷ് ദ ക്രെഡിറ്റ് ഓഫ് ദ വിറ്റ്നസ് ബിഫോർ ദ കോർട്ട്. അയാളുടെ ആ ഒരു ക്രെഡിറ്റിനെ ഡീമോളിഷ് ചെയ്യുകയാണ് ചെയ്തത്. ബിക്കോസ് അയാൾ ഒരു കള്ളനാണെന്ന് പറഞ്ഞിട്ട്. മറ്റേ അഭയ കേസിൽ ഇതുകണക്ക് ഒരു കന്യാസ്ത്രീയെ കൊല ചെയ്യപ്പെടുന്നത് കണ്ടു എന്നും പറഞ്ഞിട്ടായിരുന്നു അടയ്ക്ക രാജു ഇങ്ങനെ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടുത്തെന്ന് പറയുന്നത് എവിഡൻസ് ഓഫ് ക്യാരക്ടർ ഓർ പ്രീവിയസ് സെക്ഷൽ എക്സ്പീരിയൻസ് നോട്ട് റെലവൻറ്റ്. സെക്ഷൻ 53A അകത്താണ്. അത് 2013 ക്രിമിനൽ ലോ അമെൻമെൻറ്റ് ആക്റ്റിൽ ഇൻസേർട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് സെക്ഷൻ 354, 354A, 354B, അതുപോലെ തന്നെ 354C, D, 376A തൊട്ട് E വരെ ഇന്ത്യൻ പീനൽ കോഡിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അറ്റംപ്റ്റ് ടു കമ്മിറ്റ് എനി സച്ച് ഒഫൻസ് വെയർ ദ ക്വസ്റ്റ്യൻ ഓഫ് കൺസെൻറ്റ് ഈസ് ഇൻ ഇഷ്യൂ. ഇതിൻ്റെ അകത്തൊരു ക്വസ്റ്റ്യൻ ഓഫ് കൺസെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വിക്റ്റിമാണ് പറയുകയാണ് ഇവിടെ കൺസെൻറ്റ് കൊടുക്കാതെയാണ് അവിടെ ഒരു ഇത് സംഭവിച്ചത് എന്നുണ്ടെങ്കിൽ ഇനി ആ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇവിടെ ഒരു വിക്റ്റിമായിട്ട് വരുന്ന ഒരു വ്യക്തിക്ക് സപ്പോസ് പ്രീവിയസ് സെക്ഷൽ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അത് കോടതി എടുക്കാറില്ല. ഒരു വിക്റ്റിമ് കൺസെൻറ്റ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ കൺസെൻറ്റ് കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ, ക്വാളിറ്റി ഓഫ് കൺസെൻറ്റ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ള കാര്യം ഇവിടെ കോടതി എടുക്കാറില്ല. പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷേ ഇതുകൊണ്ടൊക്കെ ഒരു റേപ്പ് സംഭവിക്കുന്ന സമയത്ത് അവർ കൺസെൻറ്റ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രീവിയസ് എക്സ്പീരിയൻസ് ഒന്നും ഇതിൻ്റെ അകത്ത് കോടതി എടുക്കാറേ ഇല്ല. അതാണ് ഈ 53A പറഞ്ഞിട്ടുള്ളത്.